ഇത് എൻ്റെ ടീച്ചറുടെ, അതായത് 6 മുതൽ 7 വരെ പഠിപ്പിച്ച ഒരു ടീച്ചറുടെ വീട്ടിൽ, എൻ്റെ അടുത്ത് തന്നെയാണ്, ഒരു 1/2 കിലോമീറ്ററോളം ദൂരമേ ഉള്ളൂ. ആ ടീച്ചറുടെ വീട്ടിലുള്ള ഒരു മാങ്ങയാണ്. ഇതിന് അവരിതിനെ പേരിട്ടുന്നത് സ്വപ്നസുന്ദരി എന്നാണ്. സത്യത്തിൽ അതൊരു ആ പേര് നന്നായി ഇതിന് ചേർന്നൊരു പേര് തന്നെയാണ്. അപ്പോൾ ഇത് സീഡ് മുളച്ചുണ്ടായതാണ്. മാത്രമല്ല ഇതൊരു അധിക വളർച്ച ഇതിന് കാണിക്കണില്ല. അപ്പോൾ ഒരു വീട്ടുമുറ്റത്തൊക്കെ ഇത് വെച്ചാൽ വീട്ടിലുള്ളവർക്ക് ആരെയും ആശ്രയിക്കാതെ തന്നെ അതിൻ്റെ മൂപ്പിനനുസരിച്ചിട്ട് ഇത് പൊട്ടിച്ചിട്ട് പഴുപ്പിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ ഇതിനൊരു കേമത്തിൽ എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ല സൂക്ഷിപ്പ് കാലമാണ്. അത്ര വേഗം അളിഞ്ഞു പോടില്ല. ഇതിൻ്റെ തോലിനും ബലമുണ്ട്, കാണാനും നല്ല. ആയിക്കോട്ടെ, എന്തായാലും നമുക്കിതൊന്നും ഈ പുറത്തുള്ള സൗന്ദര്യം തന്നെയാണ് ഉള്ളിലത്തെ അവസ്ഥ നമുക്കൊന്ന് മുറിച്ച് നോക്കിയാലല്ലേ അറിയാം. ഞാനൊന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഇതൊന്ന് മുറിച്ച് നോക്കുകയാണ്. എന്താ നോക്കാമല്ലോ, നമുക്ക് ഒന്ന് മുറിക്കട്ടെ. അപ്പോൾ പുറത്തെ സൗന്ദര്യത്തിന് പോലെ തന്നെയാണ് ഉള്ളിൽ മുട്ടും കുറവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളർ തന്നെയാണ്. ഇത് മാത്രമല്ല ആരില്ല, കുറച്ചും കൂടി ഇങ്ങനെ എന്താ നമുക്ക് പൂണ്ട് കഴിക്കാം, വേണമെങ്കിൽ ഒരു പക്ഷേ തോലി ചെത്തിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ കഴിക്കാം. ഇതിനൊന്ന് മണത്ത് നോക്കട്ടെ. നല്ലൊരു മണമാണ് എന്ന് പറഞ്ഞാൽ ഒരു കർപ്പൂരത്തിൻ്റെ മണമൊന്നും കരിപ്പെട്ടിട്ടില്ല. ഒരു സാധാരണ ഒരു മാങ്ങയുടെ ഒരു നടന്നുമല്ല, ഒട്ടുമാങ്ങയല്ല. അതാണ് സീഡ് മുളച്ചത്. ഇതിൻ്റെ ആകൃതി കണ്ടപ്പോഴും എനിക്ക് തന്നെ തോന്നിയത്. നല്ലൊരു മണമാണ്. നമുക്കിതിൽ നോക്കാം എത്ര ഇതിൽ ബ്രിക്സ് ഒന്ന് നോക്കി നോക്കാം എത്ര കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അതും കൂടി വേണമല്ലോ ഇന്നത്തെ കാലത്ത്. അപ്പോൾ ബാക്കി ഗുണങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിപ്പ് കാലമുണ്ട്, ഭംഗിയുണ്ട്, നാരില്ല. ഇനി ഇതിൻ്റെ ബ്രിക്സും കൂടി ഒന്ന് നോക്കണമല്ലോ നമുക്ക്. ഒരു 20നോട് തൊട്ടടുത്ത് നിൽക്കുന്നതാണ്. ആ ആവറേജ് മാങ്ങയാണ്. ഈ പറഞ്ഞ എൻ്റെ വീട്ടുകാർക്ക് വെക്കാൻ പറ്റുന്ന മാങ്ങ തന്നെയാണ്. നമുക്ക് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുത്ത് നോക്കും കൂടി ചെയ്യാം. ആൾക്കാരൊക്കെ അതും കൂടി ആവശ്യമുള്ള വിഷയമാവുന്നുണ്ട്. നമുക്കൊരു സാധാരണക്കാരന് തിന്നാൻ ഇതൊന്നും വേണ്ടെങ്കിലും എന്നാലും അതിൻ്റെ എല്ലാം ഒന്ന് കാണിക്കേണ്ടത് ജനങ്ങൾക്കൊരാവശ്യമാണ്. കണ്ടോ, നല്ലൊരു മാങ്ങ തന്നെയാണ്. പിന്നെ നമുക്ക് അവസാനത്തത് നമുക്കിതൊന്ന് രുചിച്ച് നോക്കാം. എങ്ങനെയുണ്ട്, രുചിയിൽ എങ്ങനെ വരുന്നുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തൃപ്തിയായി കൊണ്ടാണ്. താരതമ്യേന പുഴുവൊന്നും ഇല്ലാത്ത ഒരിതാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് ചൂടുവെള്ളത്തിൽ ട്രീറ്റ് ചെയ്താൽ നിൽക്കാമെന്നുള്ള ഒരവസ്ഥ തന്നെയുള്ളൂ. ഒന്ന് രുചിച്ച് നോക്കട്ടെ, ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ. സൂപ്പറാണ്, കഴിക്കാം. പറയില്ല, ഏത് വീട്ടിലും വെക്കേണ്ട മാങ്ങ തന്നെയാണ്. ധൈര്യമായിട്ട് വെക്കാം. നമുക്കൊരു വീഴ്ച പറ്റിയെന്ന് തോന്നുന്നില്ല. ഒരു നല്ല മാങ്ങ തന്നെ താരതമ്യേന നാട്ടിൻപുറങ്ങളിൽ. ഇതിലൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ കാലാവസ്ഥയിൽ നന്നായി കാറ്റും അതൊരു വലിയൊരു പ്ലസ് പോയിൻ്റാണ്. മാവ് കുറവ് വെച്ചിട്ട് കാര്യമില്ല, നമുക്കിത് കാക്കണ്ടേ. അതുകൊണ്ട് എല്ലാം കൊണ്ടും കേരളത്തിൽ വെക്കാൻ പറ്റിയൊരു മാങ്ങ തന്നെയാണ്. ഓക്കെ.